പ്രായത്തിൽ മാറി. വാനട്ടോ ഇപ്പോൾ ഈ ഉരുൾ പൊട്ടിയല്ലോ, അത് കറക്റ്റ് ഏത് സ്ഥലത്തു നിന്നാണ് പൊട്ടിയത്? വെള്ളരി മലയുടെ മുകളിൽ നിന്ന് പൊട്ടിയിട്ട് അത് നേരെ വന്നിട്ട് അങ്ങോട്ടാണ് ശരിക്കും കയറിപ്പോയത്. ആ ഭാഗത്ത് കയറിപ്പോയി പിന്നത്തെ ഒരൊറ്റ പോയിട്ടാണ്. അത് കയറ്റമാണല്ലോ, അത് കയറ്റാണ്. ആ കുന്നിലേക്ക് പോയി, ആ കുന്നിന്റെ മേലേക്ക് പോയി. അവിടുന്ന് പൊട്ടിയിട്ട് നേരെ അങ്ങോട്ടാണ് ആദ്യം പോയത്. നേരെ അങ്ങോട്ട് കയറിയിട്ടാണ് ഇങ്ങോട്ട് അടിച്ചത്. അത് കിഴക്കാണോ? അല്ല, കിഴക്കിതാണ്. ഇതാണ്. ആ, അപ്പോൾ ഇവിടുന്ന് നേരെ ഒഴുകിയത് കിഴക്കോട്ടേക്കാണ്. നേരെ പിന്നെ ഒഴുകുന്നത് നേരെ കിഴക്കോട്ട്. ആ, പിന്നീട് ഇത് ചാലിയാറിലേക്ക് പോയി. ചാലിയാറിലേക്ക്. പാലാട്ടോ ശരിക്കും അന്ന് ഇവിടെ എന്താ സംഭവിച്ചത്? ശരിക്കും ഒരു 11 മണിയായപ്പോൾ രജീഷാണ് ആദ്യം എന്നെ വിളിക്കുന്നത്. മലയിൽ പൊട്ടലുണ്ട് തോന്നുന്നു, പുഴയിൽ വെള്ളം കൂടി വരുന്നുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് കുറച്ച് ആൾക്കാരും വിളിച്ചിട്ട് ഓടി വാ എന്ന് പറഞ്ഞു. ഞാൻ രജീഷ ഈ മഴയത്ത് എങ്ങനെ വരാനാണ്, നിങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നോളി, കുറേ ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഓടി വരണം, നിങ്ങൾ കിട്ടിയവരെ കൂട്ടിക്കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു 11:30-12 മണിയായപ്പോൾ വിളി തുടങ്ങിയിട്ട് ഞങ്ങളെന്താക്കി അവസാനം എത്തുമ്പോൾ 1:20 ഞാൻ കിട്ടിയ പാടിയിലുള്ള മുഴുവൻ സുഹൃത്തുക്കളെ കൂട്ടി ഞാൻ നേരെ ശിവരമല കുന്ന് കയറി. കാരണം ഞങ്ങൾക്കറിയാം പുഴയിൽ വെള്ളം കയറിയാൽ ഞങ്ങൾ റോട്ടിലൂടെ വരാൻ പാടില്ല എന്ന് അറിയണതുകൊണ്ട് ഞങ്ങൾ ആ കുന്ന് കയറി നേരെ താഴെ ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്ന ഒരു ബോഡിയാണ്. അതെടുത്ത് ഞങ്ങൾ മാറ്റി വെച്ച് പിന്നെ കുറച്ചും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുമ്പോൾ 3-4 ബോഡികൾ കൂടി അവിടെ തന്നെ കിടക്കുന്നു. അതെല്ലാം സേഫായി ഒരു സ്ഥലത്ത് വെച്ചപ്പോൾ രണ്ടാമത്തെ പൊട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു 10-20 ഹെലികോപ്റ്റർ ഒന്നായിട്ട് ചെവിയിൽ മൂടുന്ന പോലെ ഒരു ഭയങ്കര ശബ്ദവും. പുഴയ്ക്ക് ആ കുന്നിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ മിന്നാമിന്നിൻ്റെ കൂട്ടങ്ങൾ എവിടെ ഇങ്ങനെ പറന്ന് കിടക്കില്ല പുഴേൻ്റെ മുകളിൽ, അതുപോലെ പാറകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി വരുതി വരുന്നു. ഇരുമ്പെന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സൗണ്ട്, ഒരു പ്രകാശം ഒഴുകിങ്ങനെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓടിക്കോ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് 10 പേരെയും കൊണ്ട് ആ മലയുടെ മുകളിലേക്ക് ഞാൻ കയറി. ഏറ്റവും ടോപ്പ് കയറി ഏറ്റവും മുകളിൽ ഞാൻ അവിടെ നിന്നിട്ട് ഈ പുഴയ്ക്ക് ഇങ്ങനെ സ്തംഭിച്ച് നോക്കി നിൽക്കുകയെന്നല്ലാതെ അതിൻ്റെ ഇടയിൽ പ്രതീക്ഷിച്ച ഒരു വിളി കൂടി ഉണ്ട്. നസീർ ഖാനെ രക്ഷപ്പെടുത്താൻ പോവുകയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ആ ആളെയും കുറുക്കിൻ്റെ തൊട്ട് മേലെ കൂടെയാണ് ഇറങ്ങി. നസീറിൻ്റെ വീട് ഈ കാണുന്ന സ്ഥലത്താണ്. അവിടേക്ക് വന്നതും പിന്നെ ഒരു വിളി ഉണ്ടായിട്ടില്ല. പിന്നെ വിളിക്കുമ്പോഴൊക്കെ കൂ എന്നുള്ള സൗണ്ട് അല്ലാതെ മറ്റൊരു അനക്കം കേട്ടില്ല. അപ്പോൾ ഇത് കണ്ടു നിന്ന പിറ്റേന്നൊരു സുഹൃത്ത് പറഞ്ഞു പുഴയിൽ പ്രജീഷ് വന്നിട്ടുണ്ട്, അവൻ്റെ ഫ്രണ്ടിൽ അവൻ കുറേ ദൂരം പോണ ഒരു ടോർച്ച് അടിച്ച് ഇങ്ങനെ കാണിച്ചിട്ടേ പോയിട്ടുണ്ട് വെള്ളത്തിന് മുകളിൽ. ഇന്ന് ഇത് കേട്ടോടുകൂടി നമ്മളെ മനസ്സിൽ പാടെ അങ്ങനെയാണ് സംഭവിച്ചത്. ഇവിടെ ശരിക്കും എത്ര വീടുണ്ടായിട്ടുണ്ട്? ഇവിടെ ഒരു 10-200 വീടിൻ്റെ മേലുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ മാത്രം.
ഇതൊക്കെ വീടുള്ള സ്ഥലങ്ങളാണ്. മൊത്തത്തിൽ എത്ര വീടുണ്ടായിട്ടുണ്ടാവും? മൊത്തം പുഞ്ചിരിമട്ടം ഇവിടെ എല്ലാം കൂടി ഒരു 400-450 വീടിൻ്റെ മേലെ പോയിട്ടുണ്ടാവും. അതിലെത്ര പേര് ഏകദേശം താമസം ഉണ്ടായിട്ടുണ്ടാവും? താമസം എല്ലാ വീടുകളിലും സ്ഥിര താമസക്കാരുള്ളതാണ്. എല്ലാ വീടുകളിലും താമസക്കാരുണ്ട്. പക്ഷെ കുറേ ആളുകൾ ഈ പുഴേൻ്റെ വെള്ളവും ശബ്ദവും കേട്ടിട്ട് കുറേ ആളുകൾ നേരത്തെ പോയവരുണ്ട്, രക്ഷപ്പെട്ടവരുണ്ട്. ഈ വക്കത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ നേരത്തെ രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ വക്കത്തല്ല, ആ വക്കത്ത്. കാരണം അതിലാണ് പുഴ പോയിക്കൊണ്ടിരുന്നത്. ഈ മരത്തിൻ്റെ ചോട്ടിൽ കൂടെയാണ് പുഴ പോയിക്കൊണ്ടിരുന്നത്. ആ വലിയ മരത്തിൻ്റെ ചോട്ടിൽ കൂടെയാണ് പുഴ ഒഴുകിക്കൊണ്ടിരുന്നത്. ഇവിടെയൊക്കെ വീണ്ടും ഒരു ഗ്രാമമായിരുന്നു. ഇതൊരു കടയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഒരു കച്ചവടപ്പീടിയ സാധനങ്ങളൊക്കെ ഉള്ള കടയൊക്കെയുള്ള ആ JCB സഞ്ചരിക്കുന്ന സ്ഥലമൊക്കെ കടകളും സാധനങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. ഇത് ഏറ്റവും ലാസ്റ്റുള്ള ഒരു ഏരിയേൻ്റെ ഇത് കഴിഞ്ഞാൽ പിന്നെയും കുറേ ആളുകൾ താമസിക്കുന്നുണ്ട് ഇതിന് മുകളിലോട്ട്. അവരൊക്കെ സാധനം മേടിക്കാൻ പെട്ടെന്ന് വന്ന അത്യാവശ്യ സാധനങ്ങൾ മേടിക്കാൻ തന്നെ കടകളൊക്കെ ഉള്ളത്. ഇതിൻ്റെ നടുവിൽ കൂടെ മെയിൻ റോഡുണ്ടായിരുന്നു. ഇപ്പം നോക്കുമ്പോൾ ഒരു പാറക്കുന്ന് മാത്രമല്ലാതെ ഈ സ്ഥലം ഒരു ദിവസം മാറി ഇന്നവർ വന്നിട്ട് എൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം നിലവിൽ മരിച്ച ആളുകളുടെ എണ്ണം എത്രയാണ്? നിലവിലൊരു 400 പേരെങ്കിലും മണ്ണിനടിയിൽ പോയി. അപ്പോൾ മരിച്ച ആൾക്കാർ ഒരു 200 കോടി കിട്ടിയിട്ടുള്ളൂ. 400 പേരെങ്കിലും കാണാതായിട്ടുണ്ട്. മൊത്തം കണക്കറിയണമെങ്കിൽ ഈ ക്യാമ്പ് പോയവരുണ്ട്, തൽക്കാലം അല്ല 400 പേര് മരിച്ചു, 200 ആളെ ഇനി കാണാനുണ്ട്. അങ്ങനെയാണല്ലോ. 200-ന് മേലെ തന്നെ കിട്ടാണ്ടാവും. കാരണം ഈ ഹിന്ദിക്കാരെ കണക്കൊന്നും ഇവർക്ക് കൃത്യമായിട്ട് അറിയില്ല. വാടികളിലൊക്കെ കൂട്ടത്തോടെ താമസിക്കാം, കുട്ടിയും മക്കളൊക്കെ ആയിട്ട്. അവരൊക്കെ മുണ്ടക്കൈയിലാണ് താമസിക്കുന്നത്. അവരെ കുറച്ച് പേരെ മാത്രമേ ശരിക്കും പറഞ്ഞ് രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. ബാക്കിയുള്ളവരൊന്നും ഒരു കണക്കും വഴക്കൊന്നും ആരും പറയുന്നില്ല, കേൾക്കുന്നില്ല. എന്തായാലും പറഞ്ഞല്ലേ ഈ പുഴവക്കത്തുള്ള ആളുകൾ മാറി താമസിക്കുന്നത് ഈ അന്ന് വൈകുന്നേരം അതിന് കാരണം എന്താണ്? ഇതിൻ്റെ മുൻകാലങ്ങളിൽ ഈ വെള്ളം കയറി, ഈ പുഴയിൽ വീടുകളിലൊക്കെ വെള്ളം കയറി. ഈ പുഴ ഇവിടെയല്ല, അവിടെയായി. അവിടെയൊക്കെ വീടുകളെ കൊണ്ട് ഇതിൻ്റെ വക്കത്തുള്ളവർ മാത്രമേ താമസിക്കുന്നു.